ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലൂസ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ഹാങ്ങിങ് വെൻകിയുടെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു പ്ലാന്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെയിൽ വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പ്ലാന്റ്സ് അല്ല ഇത്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിലുള്ള പ്ലാന്റ്സ് ആണ്. പിന്നെയെന്ന് വെച്ചാൽ ഈ കാണുന്ന പ്ലാന്റ്സൊക്കെ എൻ്റെ പ്ലാന്റ്സ് ആണ്. അതിപ്പോൾ നമുക്ക് സെയിലിനായിട്ട് ആയിട്ടില്ല, ഫ്ലവറൊക്കെ ആയി തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ. എൻ്റെ കയ്യിലൊരു 5-6 വെറൈറ്റി പ്ലാന്റ് ഇപ്പോൾ ഉണ്ട്. പക്ഷേ അതൊന്നും സെയിലിനായിട്ടില്ല. പിന്നെ കുറച്ചുള്ളതൊക്കെ നമുക്ക് അടുത്തൊക്കെ അങ്ങനെ കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഫ്ലവർ തരുന്ന ഒരു അടിപൊളി പ്ലാന്റാണ്. എന്തൊരു ഭംഗിയാണെന്നറിയാമോ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്. പിന്നെ അതുപോലെ തന്നെ അധികം കെയറിൻ്റെ ആവശ്യമില്ല. നമ്മുടെ പിന്നെ പെറ്റൂണിയൊക്കെ ആണെങ്കിൽ നല്ല കെയറിങ് ആവശ്യമാണല്ലോ. അപ്പോൾ ഇതിന് അത്രയും കെയറിങ് ഒന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പുതിയ പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നമുക്കതിൻ്റെ ചെറിയ സ്റ്റെമ്മ് മതി. അതിൽ നിന്നും നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം. പിന്നെ ഇതിൻ്റെ സീഡ് ഉണ്ടല്ലോ, ഒത്തിരി പൂക്കൾ തരുന്ന പ്ലാന്റ് ആണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ സീഡും നമുക്ക് കിട്ടും. അപ്പോൾ ആ സീഡിൽ നിന്ന് നമുക്കിതുപോലെ ഒത്തിരി പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ സ്റ്റെമ്മ് കുത്തി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സീഡ് ഉണ്ടാകും. പിന്നെ സീഡാണെങ്കിൽ കുറച്ച് സ്ലോ ഗ്രോത്താണ് കേട്ടോ. പക്ഷേ നല്ല പിന്നെ അത് ഒരു 2-3 പരുവം കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നങ്ങ് വളർന്നോളും. അതുവരെ വളരാനായിട്ട് വളരെ പാടാണ് കേട്ടോ. പതുക്കെ അത് വളർന്ന് വരത്തുള്ളൂ. അപ്പോൾ ഇതാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ കേട്ടോ. എൻ്റെ പ്ലാൻസ് അല്ല, ഞാനൊരു സെയിൽ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനും ഈ ബീനയെന്നാണ് പേര്, ബീനയുടെ കയ്യിൽ നിന്ന് പ്ലാൻസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പ്ലാൻസാണ് തരുന്നത്. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ഈ നമ്പറിൽ വേണം കോൺടാക്റ്റ് ചെയ്യാനായിട്ട്. ഏത് കൊറിയറിൽ നിങ്ങൾക്ക് അയച്ചു തരണം. പിന്നെ അതുപോലെ തന്നെ പ്ലാന്റ് സൈസ്, പാക്കിങ് കാര്യങ്ങൾ എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള പ്ലാന്റ്സാണ്. നല്ല ഭംഗിയാണ്. ഇത് ഒരു റെഡ് കളറാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 3-4 പ്രാവശ്യം സീഡൊക്കെ വാങ്ങിച്ചിട്ട് എനിക്കങ്ങനെ പിടിച്ച് കിട്ടിയില്ല. പിന്നെ 4ാമത്തെ പ്രാവശ്യം 2 പ്ലാന്റ് പിടിച്ച് കിട്ടി. അതിലൊന്ന് കിട്ടിയത് റെഡും അതുപോലെ തന്നെ ഒരു ബേബി പിങ്കും ആണ് കേട്ടോ. അങ്ങനെ 2 എണ്ണം സീഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ബാക്കിയൊക്കെ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ പ്ലാന്റ്സ് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതാണ് എൻ്റെ കയ്യിൽ ഫസ്റ്റ് വന്ന പ്ലാന്റ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം അധികം പ്ലാന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ തന്നെ നമ്മൾ പിന്നെ സ്റ്റെമ്മോ അല്ലെങ്കിൽ സീഡോ ഒക്കെ നട്ടിട്ട് കുത്തി വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാം. അധികം എന്തിനാ ഇത് തന്നെ ഒരു 2-3 പോട്ടിലൊക്കെ ഇതുപോലെ വയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ വിരിഞ്ഞ് നിൽക്കും. പിന്നെ പ്രൊപ്പഗേഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. പിന്നെ നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. നല്ല വെയിലത്ത് വയ്ക്കുമ്പോഴാണ് ഒത്തിരി വലിപ്പമുള്ള ഫ്ലവറും അതുപോലെ തന്നെ നല്ല കളറായിട്ട് ഫ്ലവർ വരുന്നതും ഒക്കെ നല്ല വെയിലത്തിരിക്കുമ്പോഴാണ് കേട്ടോ. ആ വെയിൽ കൊള്ളുന്ന സമയത്ത് ചെറിയ വാട്ടമൊക്കെ കാണും. പിന്നെ അത് കഴിയുമ്പോൾ വീണ്ടും നല്ല ഫ്രഷ് ആയിക്കോളും. രാവിലെയുള്ള വെയിലായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. രാവിലെ തൊട്ടൊരു ഉച്ചവരെയൊക്കെ ഉള്ള വെയിൽ കൊണ്ടെന്ന് വിചാരിച്ച് ഇതിനൊരു പ്രശ്നമില്ല കേട്ടോ. ഇതൊക്കെ നല്ല വെയിലത്ത് നിൽക്കുന്ന പ്ലാന്റാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ നല്ല ചൂടാണല്ലോ. അപ്പം ഞാൻ രാവിലെ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ വൈകിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലവറൊക്കെ നല്ല ഫ്രഷായിട്ട് നിൽക്കും. രാവിലെയൊക്കെ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ തളർച്ചയൊക്കെ വെയിൽ ഏറ്റിട്ടുള്ള ആ തളർച്ചയൊക്കെ അങ്ങ് മാറിക്കിട്ടും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സെയിലിനായിട്ടുള്ള പ്ലാന്റ്സ് ഒരു 4 വെറൈറ്റിയാണുള്ളത് കേട്ടോ. ഒന്ന് നമ്മുടെ ഈ ഒരു റോസ് കളറാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാന്റ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യണേ. അധികം പ്ലാന്റ്സ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ആദ്യം മെസ്സേജ് ഇടുന്നവർക്കായിരിക്കും പ്ലാന്റ്സ് അയച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് വീഡിയോ കണ്ടിട്ട് ഫുള്ള് കണ്ടിട്ട് മെസ്സേജ് ഇടാനായിട്ട് ശ്രമിക്കണേ. ഒരുപാട് പേര് വെൻകിയുടെയും അതുപോലെ തന്നെ ഹാങ്ങിങ് വെൻകിയുടെയൊക്കെ സീഡും അതുപോലെ പ്ലാന്റ് ഉണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു സെയിൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. വാട്സപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കോൾ ഒഴിവാക്കിയിട്ട് വാട്സപ്പ് ചെയ്യാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഏതൊക്കെ പ്ലാന്റ് ആണെന്ന് കാണാം കേട്ടോ. ഇതാണ് നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാന്റ്. സെയിലിനായിട്ടുള്ള പ്ലാന്റ് എന്ന് വെച്ചാൽ ഈ വെറൈറ്റീസൊക്കെയാണ് കേട്ടോ. ഇത് അവരുടെ കയ്യിലുള്ള പ്ലാന്റാണ്. അപ്പോൾ ഈ കാണുന്ന ഒരു റോസിൽ നടുക്ക് ഇതുപോലെ വലിയ സ്പോട്ട് വരുന്ന പ്ലാന്റ്. പിന്നെ അതുപോലെ തന്നെ ആ കളറാണെങ്കിലും സെൻറ്ററിലായിട്ട് ചെറിയ സ്പോട്ട് വരുന്ന ആ ഒരു കളറുണ്ട്. പിന്നെ ഇതൊരു ഡാർക്ക് കളറാണ് കേട്ടോ. ആ ഒരു കളറ്
പിന്നെ വരുന്നത് നമ്മുടെ ബേബി പിങ്കാണ് കേട്ടോ. അങ്ങനെ 4 കളറാണ് വരുന്നത്. ഈ കാണുന്ന പ്ലാന്റ്സൊക്കെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ചിലതിലൊക്കെ ഫ്ലവറുണ്ട്, ചിലതിലൊക്കെ ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റാണ് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു ബേബി പിങ്ക്, ഈ ഒരു ഡാർക്ക് കളറ്, പിന്നെയെന്ന് വെച്ചാൽ ഈ റോസിൻ്റെ നടുക്ക് വൈറ്റ് സ്പോട്ട് വലുതായിട്ട് വരുന്നത്, പിന്നെ അതുപോലെ റോസിനകത്ത് വൈറ്റ് സ്പോട്ട് ചെറുതായിട്ട് വരുന്നത്. അപ്പോൾ ആ 4 വെറൈറ്റിയാണ് ഉള്ളത്. പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും അവരോട് ചോദിക്കണം കേട്ടോ. കണ്ടേ, ഇതാണ് ഒരു വെറൈറ്റി. അപ്പോൾ ആ ഒരു 4 വെറൈറ്റി കാണിച്ച 4 വെറൈറ്റി. പിന്നെ ഇത്രയൊക്കെ വീഡിയോയിൽ പറയുന്നുള്ളൂ. ബാക്കി എല്ലാം വാട്സപ്പിൽ നിങ്ങൾ ചോദിച്ച് പ്രത്യേകം മനസ്സിലാക്കിയിട്ട് വേണം പ്ലാന്റ്സ് വാങ്ങിക്കാനായിട്ട്. എല്ലാ കാര്യങ്ങളും അവരോട് ചോദിച്ചിട്ട് വേണം പ്ലാന്റ്സ് വാങ്ങിക്കാനായിട്ട്. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പിന്നെ പ്ലാന്റ് സൈസ് അങ്ങനെയൊക്കെ എല്ലാം ചോദിച്ച് മനസ്സിലാക്കി, അത് ഞാൻ പ്രത്യേകം പറയുകയാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, അവരയച്ചു തരുന്നതായിരിക്കും. പിന്നെ കൊറിയർ സർവീസ് ഏതാണെന്നൊക്കെ നിങ്ങൾ പ്രത്യേകം ചോദിക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടുന്ന കൊറിയർ സർവീസ് ഏതാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. അതനുസരിച്ചായിരിക്കും അവർ പ്ലാന്റ് അയച്ചു തരുന്നത്. കണ്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. എല്ലാത്തിനും ഫ്ലവർ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചോദിക്കണേ. കൺഫേം ആക്കിയിട്ട് നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കണ്ടില്ലേ, ഒരുപാട് പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം പൂക്കൾ അല്പം കുറവാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതായത് അതിൻ്റെ സ്റ്റെമ്മൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചാണ് പുതിയ പ്ലാന്റ്സൊക്കെ ആക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഫ്ലവറിനൊക്കെ കുറവ് വരുമല്ലോ. പിന്നെ അത് കഴിയുമ്പോൾ വീണ്ടും ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുന്ന ഭാഗത്തു നിന്ന് ഒത്തിരി തളിർപ്പൊക്കെ വന്നിട്ട് വീണ്ടും ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടാകാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.